അപ്പോൾ ഗായ്സ് ഇതാണ് കേട്ടോ ബോർഡർ ചിക്കൻ. ഇരിക്കണ ഇരുത്തം കണ്ടോ, സ്പ്രിംഗ് ചിക്കനാ ഇത് വന്ന് ചിക്കനില ഇതാണ് കുരുമുളക് ചിക്കൻ, പെപ്പർ ഫ്രൈ ചിക്കൻ. ഇവിടെ വരുന്നത് വേറൊരു ആവശ്യമായിട്ട് വരുമ്പോഴും ഈ റഹ്മത്ത് ഹോട്ടലിൽ കയറാതെ പോകത്തില്ല. അതാണ് അതിന്റെ പ്രത്യേകത. റഹ്മത്ത് ഹോട്ടൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫേമസ് ഹോട്ടലാണ്. ഏത് സമയത്ത് തെങ്കാശി വന്നാലും ശരി തന്നെ ഇവിടെ വന്നിട്ടേ പോകത്തുള്ളൂ, ഇവിടെ കയറാതെ പോകത്തില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. തെങ്കാശിയിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ 675 സ്റ്റെപ്സ് ഒക്കെ കയറിയിട്ട് തിരുമലൈ കോവിലിൽ കയറി തിരിച്ചിറങ്ങിയിട്ടാണ് ഇപ്പൊ ഉള്ളത്. എന്റെ കൂടെ ഉണ്ടായിരുന്നവര് തിരിച്ച് നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോ ഇനി നമ്മൾ, അതായത് തെങ്കാശിയിലെ രണ്ടാമത്തെ സ്ഥലം, നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എവിടെയാന്ന് വെച്ചാൽ സെങ്കോട്ടെ ബൺ പൊറോട്ട വിത്ത് ബോർഡർ ചിക്കൻ. ரொம்ப ഫേമസ് ആണ് ഇടം, ரொம்ப ഫേമസ് ആണ് ഫുഡ്. എന്നാ പിന്നെ അതൊന്ന് പോയിട്ട് എക്സ്പ്ലോർ പണിക്കളാം. ബസ് ഇവിടെ വന്നിട്ടുണ്ട്, വെയിറ്റിംഗിലാണ് ഉള്ളത്. ബസ് എടുക്കുമ്പോൾ നമ്മൾ നൈസായിട്ട് കയറി പോകുന്നതാണ്. കാര്യങ്ങളൊക്കെ അതിൻ്റെതായ ഒരു മട്ടത്തിലും ഓളത്തിലും തളത്തിലൊക്കെ കണ്ട്. തമിഴ്നാടിന്റെ ഓർഡിനറി ബസ്സിൽ അവിടുത്തേതായ ലോക്കലായിട്ടുള്ള ആളുകളുടെ കൂടെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ സെങ്കോട്ടി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ടേ. அண்ணா அந்த ரொம்ப ஃபேமஸ் ஆன பன் பரோட்டா பார்டர் சிக்கன் எங்க கிடைக்கும்? பக்கத்துல எங்க? 4 கடை தாண்டி. வேற என்ன இருக்கு இங்க? என்ன ஸ்பெஷாலிட்டி இந்த பார்டர்? இது வந்து கேரளா தமிழ்நாடு பார்டர் ஒன்றும் இல்லைல்ல? பார்டர் தானே. பார்டர் இந்த സ്ഥലത്ത് எந்த ஸ்பேஸுக்கு பேரா? 50 வருஷத்துக்கு முன்னாடி. பரவாயில்ல, பிரச்சனை கிடையாது. உங்க பேரு என்ன? உங்க பேரு முஸ்தாக். முஸ்தாக் ஆனா எந்த ஊர்? இங்கயா? இப்படியான. நான் வந்தது அந்த பார்டர் சிக்கன் பன் பரோட்டா ரொம்ப ஃபேமஸா? ரொம்ப ஃபேமஸ் ஆன என்ன அதுக்கு ஸ்பெஷாலிட்டி? எங்க பாத்தீங்கன்னா மத்த பக்கம் வந்து வெரைட்டில வந்து மிக்சிங் இருக்கும், உங்க வந்து குவாலிட்டி ஒரிஜினாலிட்டி அப்படி கொடுக்குறாங்க. நமக்கு வந்து அவங்களோட குவாலிட்டியை வந்து இந்த வர இந்த பக்கத்துல அது ரஹ்மத் சொல்லுவாங்க, பார்டர் ரஹ்மத். சரி, ஓகே. ഞാൻ അവിടെ നിന്ന് തെങ്കാശിയിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോ തന്നെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, റഹ്മത്തിൽ നിന്ന് കയറണം, അവിടുത്തെ ബോർഡർ ചിക്കനും ബൺ പൊറോട്ടയും കഴിക്കണം. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച്, എന്തൊക്കെ ഇവിടെ ഇത്ര വലിയ പ്രത്യേകത എന്താണെന്ന് നമുക്ക് ഇവിടെ പോയിട്ട് തന്നെ നമുക്ക് അറിയാം, നമുക്ക് കഴിച്ചിട്ട് തന്നെ അറിയാം കേട്ടാ, നേരിട്ടിട്ട് കണ്ടറിയാം, ടേസ്റ്റ് കൊണ്ട് തന്നെ അറിയാം. ഇതാണ് റഹ്മത്ത്, ബോർഡർ റഹ്മത്ത്. ഒരു സാധാരണ ഹോട്ടലില്ലേ, എന്തപ്പോ ഇതിന് ഇത്ര വലിയ പ്രത്യേകത? സാധാരണ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാറുണ്ട്, യാത്രയുടെ ഭാഗമായിട്ട് തന്നെ ചിലപ്പോൾ ഒരു ഫുഡൊക്കെ കഴിക്കുമ്പോൾ അത് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് ഫുഡ് മാത്രം തേടിയിട്ടുള്ള ഒരു യാത്ര എല്ലാവരും ചിന്തിച്ചു പോകുന്നുണ്ടാവില്ലേ? കൊല്ലം തെങ്കാശി റൂട്ടിൽ ചെങ്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ബോർഡറിൽ ഉള്ളൊരു ഹോട്ടലാണ് ഈ ഒരു റഹ്മത്ത് ഹോട്ടൽ. അപ്പോൾ ഇവരുടെ ഫുഡ് ഐറ്റംസുകൾ, ഇവരുടെ മസാല കൂട്ടുകൾ ഭയങ്കര ഫേമസ് ആണ്. ബൺ പൊറോട്ട, ചിക്കൻ, ബോർഡർ ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരെ ഭയങ്കരമായിട്ട് എന്താ പറയുക പേരെടുത്തിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഈ തെങ്കാശിയിൽ വന്നിട്ടുള്ള ആരായാലും ഈ ഒരു യാത്രകൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫുഡ് ഐറ്റംസുകൾ കഴിച്ചതിന് ശേഷമാണ് അത് പരിപൂർണമാവുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് കുരുമുളക് ചിക്കൻ, പെപ്പർ ഫ്രൈ ചിക്കൻ, കാട. ഇത് സ്പ്രിംഗ് ചിക്കനാ? നോർമൽ നാടൻ കോഴി, ബ്രോയിലർ കോഴിയാ? നാടൻ കോഴിയാ? എല്ലാമേ നാടൻ കോഴി, നാട്ടുകോഴി. ഇത് കാട. അപ്പൊ ഇതില് പെപ്പറൊക്കെ ഇട്ടിട്ടുള്ള ചിക്കനാണ്. ബോർഡർ ചിക്കനില് ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ. നമ്മളെന്തായാലും ബൺ പൊറോട്ട അല്ല ഓർഡർ ചെയ്തിട്ടുള്ളത്, നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ബോർഡർ ചിക്കൻ ബിരിയാണിയാണ്. 220 രൂപയാണ് ഇവിടെ റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ കിച്ചൻ്റെ ഉള്ളിൽ എനിക്ക് എടുക്കാനുള്ള പെർമിഷൻ തന്നിട്ടില്ല. ഈ പുറത്തു കൂടെയൊക്കെ ഈ ഐറ്റംസിലൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഞാൻ ഇനി കഴിച്ചിട്ട് പറയാം കേട്ടോ ബാക്കി എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ. ഒരുപാട് ഇത്രയും ചെറിയൊരു സെറ്റപ്പിൽ ഇത്രത്തോളം ഫേമസ് ആവണമെന്നുണ്ടെങ്കിൽ, ഇവരുടെ ഈ ഒരു ഐറ്റം ഇത്രത്തോളം ഫേമസ് ആവണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ആ ഒരു ഫുഡിൻ്റെ ക്വാളിറ്റി, ആ ഒരു ക്വാണ്ടിറ്റി, അത് നമുക്ക് ഫുഡ് വന്നിട്ട് കഴിച്ചിട്ട് തന്നെ തീരുമാനിക്കാം.
സാധാരണ ഇവിടെ ആര് വന്നു കഴിഞ്ഞാലും ബോർഡർ ചിക്കനും ബൺ പൊറോട്ടയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഈ യാത്രയിൽ ഈ പൊറോട്ട തീരെ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും നാടൻ ബോർഡർ ചിക്കനും, അതായത് നാടൻ കോഴിയുടെ ബോർഡർ ചിക്കനും അടിപൊളി ബിരിയാണി, അതായത് നാടൻ ബോർഡർ ബിരിയാണിയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഗൈസ് നമ്മുടെ ഫുഡ് എല്ലാം വന്നിട്ടുണ്ട്. ഞാനിതാ കഴിക്കാൻ പോവാണ് കേട്ടോ. ഫുഡ് ബോർഡർ ചിക്കൻ ബിരിയാണിയാണ് വന്നിട്ടുള്ളത്. സലാഡ് വന്നിട്ടുണ്ട്. അച്ചാറൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഫുഡ്, എന്താ പറയാ, ആ ഒരു സ്മെല്ലിങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. ഇത്ര ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. ഇതാണ്ടില്ലേ ബോർഡർ ചിക്കൻ, കാണിച്ചു തരാം. ആ ഇവളെ ഇറക്കി. അപ്പൊ നമുക്ക് നേരെ കലാപരിപാടിയിലേക്കാണ് കിടക്കാം. ഇത്ര വലിപ്പം വരുന്നുണ്ട് കേട്ടോ. പീസ് ലെഗ് പീസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലെഗ് പീസ്. ഒന്നാമത്തെ കാര്യം നോക്കട്ടെ, ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. എന്താണ് ഇവരുടെ മസാലയുടെ ആ ഒരു കൂട്ട് നോക്കട്ടെ. ഇനി നമ്മളിത് എങ്ങനെ കലാപരിപാടി ഞാൻ കാണിച്ചു തരാം. അതായത് ഫേമസ് ബോർഡർ ചിക്കൻ ഇതാ ഇങ്ങനെ നൈസായിട്ട്, ഈ കൈ ഫ്രീ അല്ല കേട്ടോ, അതുകൊണ്ട് തന്നെയാണ് ഈ ഇതിങ്ങനെ നുള്ളിയിട്ട് ഇങ്ങനെ വരുന്നില്ല. അപ്പൊ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അതിലൊന്നും വലിയ കാര്യമില്ല കേട്ടോ. ഈ ബോർഡർ ചിക്കൻ ഇങ്ങനെ നുള്ളിയിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നൈസായിട്ട് കുറച്ച് സലാഡ്, ഉള്ളിയൊക്കെ ഇങ്ങനെ വെച്ച് കുറച്ച് തൈര് വേണമെങ്കിൽ, എന്നിട്ട് ഈ തമിഴ്നാട് ട്രഡീഷണൽ ബിരിയാണി ചെറിയ ഉരുള ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ട്. അപ്പോൾ ഗായ്സ്, ഞാൻ കഴിച്ച ആ ഒരു അത്രയും വലിയൊരു പീസും ആ ഒരു റൈസ്, ആ ഒരു ബിരിയാണിക്ക്, ബോർഡർ ചിക്കൻ ബിരിയാണിക്ക് റേറ്റ് വരുന്നത് ഇവിടെ 220 രൂപയാണ് കേട്ടോ. അടിപൊളി സാധനമായിരുന്നു. പക്ഷെ മയോണൈസിൻ്റെ ചെറിയൊരു കുറവുണ്ടായിരുന്നു. മയോണൈസോട് കൂട്ടി പഠിച്ചു കഴിഞ്ഞാണല്ലോ നല്ല കിഡ്ഡുക ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബോർഡർ ചിക്കനും ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് സൈനിങ് ഓഫ് പറയാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാക്കിൽ കുതിയേറിയിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, സപ്പോർട്ട് കറോ ബേട്ട, ബൈ ബൈ.